ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ മുന്നിലൊരു സാധനം ഇരിക്കുന്നത്, അതായത് മാങ്ങയാണ്. നല്ല മാങ്ങയാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളി മാങ്ങയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല അടിപൊളി നാടൻ മാങ്ങയാണിത്. വിഷമൊന്നും ചേർക്കാത്ത മാവിലി നാച്ചുറലായിട്ട് വരുന്ന നല്ല മാങ്ങയാണ്. ഇത് പഴുത്തായതുകൊണ്ട് നമ്മൾ കൂടുതൽ പഴുത്തൊക്കെ നമ്മൾ മാറ്റി വെക്കണം. മാങ്ങാക്കറിക്ക് നമുക്ക് മാങ്ങയായിട്ട് തിന്നാവും, പച്ചയുള്ളത് നമുക്ക് മുളകിലും ഉപ്പിലും ഇട്ട് കഴിക്കാം, അല്ലെങ്കിൽ അച്ചാറിടാം. അങ്ങനെയൊക്കെ കുറേ ആയിട്ട് അല്ല തന്നെ തിന്നാം. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ മാങ്ങകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ ടൈപ്പ് ഉണ്ടല്ലോ. ഞങ്ങൾക്കിവിടെ നാടൻ മാങ്ങയാണ്, നല്ല നാടൻ മാങ്ങയാണ് കിട്ടിയത്. യെല്ലോ കളറുള്ളതും ഓറഞ്ച് കളറുള്ളതും. നല്ല പഴുത്തത് ഇതുണ്ട്, ഇത് ഓറഞ്ച്. നല്ല പഴുത്ത് ഇങ്ങനെ ഓറഞ്ച് കളറിലിരിക്കും. ഇച്ചിരി പുളിപ്പൊക്കെ ഉള്ളത് ഇങ്ങനെ യെല്ലോ കളറിലിരിക്കും. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. ഓറഞ്ച് നമുക്ക് കഴിച്ചു. നല്ല മധുരമുണ്ട്. ഓറഞ്ച് എടുത്തോണ്ട് നല്ല മധുരമാണ്. ഞാൻ പറഞ്ഞായിരുന്നു നല്ല പഴുത്തൊക്കെ ഓറഞ്ച് കളറിലും അല്ലാത്ത ഇച്ചിരി പുളിയൊക്കെ ഉള്ളത് യെല്ലോ കളറുള്ളത് നല്ലത്. ഓറഞ്ചാണ് നല്ല പഴുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് യെല്ലോ വെച്ചേക്കാം. പുളിയുടെ ഇതിന് പുളിയുള്ള എന്ത് തിന്നാലും കുറച്ച് റൂൾസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സൂക്ഷിച്ച് തിന്നണം. കാരണം നമ്മുടെ പല്ല് പൊളിക്കാതെ നോക്കണം. എനിക്കൊരു പ്രാവശ്യം പല്ല് പുളിച്ചു വന്നിട്ടുണ്ട്. പിന്നെ പല്ലൊന്ന് കൂട്ടി വെക്കാൻ പോലും പറ്റാത്ത പോലെ പുളിച്ചു വന്നിട്ടുണ്ട്. അതിൽ പിന്നെ ഞാൻ എല്ലാം അങ്ങനെ സൂക്ഷിച്ചാണ് കഴിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടാണ്. നിങ്ങൾക്ക് അവിടെയൊക്കെ മാങ്ങ കിട്ടിയോന്നും കൂടെ പറയണേ, കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മാങ്ങ കിട്ടിയെന്നൊക്കെ പറയണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.